ഇനി ബുക്സിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം 17 എന്ന് പറയുന്ന കോട്ടയം 17 എന്ന് പറയുന്ന ബുക്ക് യു റിട്ടൺ എൻ്റെ അകത്ത് കുറച്ച് കഥകളുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കഥ എന്ന് പറയുന്നത് ലീലയാണ്. ലീല സിനിമയാക്കാൻ പോകുന്നു, അതിൻ്റെ ആക്ട്രസസ് മാറുന്നു എന്നൊക്കെ കുറേ ന്യൂസുകൾ ഞാൻ നിരവധി വായിച്ചു. എവിടം വരെ ആയി ആ പ്രോജക്റ്റ്? ലീല വീണ്ടും ചെയ്യാൻ പോകുന്നു. ലീല ഉടൻ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തുടങ്ങുമെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. ഇനി മറ്റെന്തെങ്കിലും തിരക്കുകൾ വന്നിട്ട് മാറിപ്പോയെങ്കിലും ആസ് ഫാർ ആസ് ഒരു മലയാളി വായിക്കുമ്പോൾ അതൊരു വളരെ ബോൾഡ് സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു സ്റ്റോറി എഴുതാനുള്ള ഇൻസ്പിറേഷൻ, ഒരു ഐഡിയ, ഇൻസ്പിറേഷൻ എന്ന് ഞാൻ പറയില്ല, ഒരു ഐഡിയ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ എങ്ങനെയാണ്? ഹൗ ഡിഡ് യു തിങ്ക് ഓഫ് ദാറ്റ്? നമുക്കൊക്കെ അത്യാവശ്യം പറ്റുണ്ടല്ലോ, സെക്ഷൽ ഫാന്റസീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എല്ലാവർക്കും എവ്രി വൺ ഹാസ്, അത് ഓരോ ടൈപ്പിലായിരിക്കും, ഡിഫേഴ്സ് പേഴ്സൺ ടു പേഴ്സൺ. പക്ഷെ അങ്ങനെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി എഴുതാനുള്ള ഇത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഹിബിഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇത് എഴുതാൻ എങ്ങനെ എഴുതും, എങ്ങനെ എഴുതി തീർക്കും എന്നൊക്കെ? ഇൻഹിബിഷൻ ഒട്ടും ഇല്ലാത്തൊരു പാർട്ടിയാണ്. എക്സ്ട്രീംലി ബോൾഡ് ആണ്. ബോൾഡൊന്നും ആണെന്ന് എനിക്കറിയാൻ മേല, പക്ഷേ അങ്ങനെ ഇൻഹിബിഷൻ ഒന്നും ഇല്ല. പിന്നെ സെക്ഷൽ ഫാന്റസീസ് ഞാൻ എന്നെ തന്നെ നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു, വേറെ ആൾക്കാരെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വേറൊരു സോഷ്യൽ കുറെ ടാബൂസ് ഉള്ള ഒരു സ്റ്റോറിയാണ് അതിനകത്ത് അനന്തമാർഗം എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി കോട്ടയം 17. അതിനകത്ത് കുറെ സ്ത്രീകളൊപ്പം അവർ ഒരു ട്രാവൽ ഒരു വെക്കേഷന് വേണ്ടി പോകുന്നു. അന്നേരം അവരുടെ ലിമിറ്റേഷൻസ് ഒന്നും ആലോചിക്കുന്നില്ല. പലപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഈവൻ ഞാൻ ഒരു ഗേൾ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ഞങ്ങൾ ട്രിപ്പ് അല്ലെങ്കിൽ ഫീൽഡ് ട്രിപ്പായിട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു മധ്യവയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളുടെ ട്രാവലാണ് ഈ കഥ. അപ്പം അതെനിക്ക് പലപ്പോഴും, ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലിങ്ങനെ എൻ്റെ കുടമാളൂരുടെ വീട്ടിലിങ്ങനെ ഇരിക്കുക. അപ്പം എൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പം അമ്മയുടെ കൂടെ, അമ്മ റിട്ടയർ ചെയ്തു, അപ്പോൾ അമ്മയുടെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ വന്നിട്ട് പുറത്തിരുന്ന് വർത്തമാനം പറയാം. അപ്പം ഞാൻ അകത്ത് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയം, അപ്പം ഞാൻ വീട്ടിലുള്ള കാര്യം ടീച്ചറിനെ അറിയാൻ മേല. അവരിങ്ങനെ മെനോപോസ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ട്, അതിൻ്റെ ടെൻഷൻസും അതിൻ്റെ ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ ഒരു പരിപാടിയാണല്ലോ ഇത്. അപ്പം അത് ഭയങ്കര, അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം അമ്മയുടെ അടുത്ത്. അപ്പം അമ്മ അതിനുള്ള മറുപടിയൊക്കെ. അപ്പം ഞാനിത് ഓവർഹിയർ ചെയ്യുന്നുണ്ട്, ഒരു കാര്യമില്ല. പക്ഷേ ഞാൻ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതൊക്കെ ഞാൻ പതുക്കെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങി. അങ്ങനെ പലതും എടുത്ത് വായിച്ച്, ഏജിങ് എന്നൊക്കെ പറഞ്ഞാൽ ജെർമൻ ഗ്രീറിൻ്റെ ഒരു ബുക്ക്. അപ്പോൾ അതിലൊന്നും അങ്ങോട്ട് കിട്ടുന്നില്ല ഈ സാധനം, ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇടപാട് എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ പതുക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി, പലരും ഇത് ഭയങ്കര കത്തി നിന്ന് ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിട്ടുള്ള ആൾക്കാർ പിന്നെ ഭയങ്കര ഭക്തിയിലേക്ക് പോവുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക. ചിലർ അവരുടെ ഈ ഏജായെന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ മേക്കപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. പക്ഷേ കേരളത്തിലെ മലയാളി സ്ത്രീക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. പുറത്തൊക്കെയുള്ള ആൾക്കാർ കുറച്ചും കൂടെ അതിനെ ഭയങ്കര രസമായിട്ട് ഓവർകം ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇത്ര ഒരു സ്ത്രീകളൊരു യാത്രയിൽ എന്തായിരിക്കും ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്തായിരിക്കും, അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ആനന്ദമാർഗം എഴുതുന്നത്. ഇത്രയധികം നല്ല സ്ക്രിപ്റ്റ്സ് എഴുതുകയും ഒരുപാട് ഇപ്പം ചാപ്പാക്കുരിശാണെങ്കിലും അൻവർ, ബിഗ് ബി, അങ്ങനെ ഒരുപാട് സിനിമകളുടെ എഴുതുകയും. പക്ഷേ ബാച്ചിലർ പാർട്ടി വന്നപ്പോഴത്തേക്കും ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യും. ഇത് ഓഡിയൻസിന് മനസ്സിലാവാതെ, സ്റ്റോറി ശരിക്കും അത് എന്തിൻ്റെ മനസ്സിലായില്ലെന്നൊക്കെ ഒരുപാട് പേര് സിനിമ കണ്ടിട്ട് എന്താ അവസാനം സംഭവിച്ചത് എന്ന് അങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇത് എങ്ങോട്ട് പോയതൊരു ജേണി ആയിരുന്നു, അവസാനം എന്ത് സംഭവിച്ചു, ഒരു ഓർഡർ രീതിയിൽ നിന്ന് പോയി സിനിമ. എന്തുകൊണ്ടാണ് അത് ഓഡിയൻസ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ? അത് എവിടെയാണ് അതിൻ്റെ ഒരു വീക്ക്നെസ് സംഭവിച്ചത്? നരകം അത്ര വലിയ കുഴപ്പമുള്ള സാധനമൊന്നുമല്ല, സ്വർഗ്ഗമാണ് കുഴപ്പം എന്നുള്ള രീതിയിൽ അതൊരു ടോട്ടലി ഒരു എൻ്റർടൈനറായിട്ട് കണ്ടാൽ മതി അതിനെ. ആ സിനിമ മനസ്സിലാവാതെ പോകുന്നത് ഒരു തമാശയായിട്ട് കാണാമല്ലോ, മനസ്സിലാവണമെന്നില്ലല്ലോ എല്ലാം. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ, ഞാനതിനെ ഒരു സീരിയസ് ആയിട്ടൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന പടമാണ് കുള്ളൻ്റെ ഭാര്യ. ഇതേ ടീമാണ് ചെയ്തത്. അത് അത്ര ഒരു മോശം പരിപാടിയൊന്നും അല്ല ചെയ്തത്. പിന്നീട് ചെയ്യാൻ അറിയാൻ മേലാത്ത ആളുമല്ല ഇതിൻ്റെ ഡയറക്ടറൊന്നും. അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് ചെയ്തതാണ്, ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുള്ളൻ്റെ ഭാര്യ, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മുന്നറിയിപ്പാണ് ചെയ്യുന്നത്.
പിന്നെ വിമർശനങ്ങൾ അത് കുഴപ്പമില്ലെന്നേ, അതൊക്കെ നമുക്കൊന്നും ഇതൊന്നും മനസ്സിലാവാത്തതൊന്നും അല്ലല്ലോ, നമുക്കിതൊക്കെ പിടികിട്ടുന്നതല്ലേ, ഇതൊക്കെ ആ വഴിക്ക് അങ്ങ് പോവും. മിസ്സിസ് നായരുടെ പട്ടി കുള്ളനെ കാണുമ്പോഴെല്ലാം കുരച്ചുകൊണ്ട് ചാടി. പക്ഷെ അവർ രണ്ടുപേരും ഇതൊന്നും ശ്രദ്ധിച്ചില്ല. വെയിലായാലും മഴയായാലും അഭിമാനത്തോടെ ഭാര്യയുടെ തലയ്ക്ക് മുകളിൽ കുട ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കുള്ളൻ നടന്നു. എന്നാൽ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സൊസൈറ്റിയിൽ ചില ഗോസിപ്പുകൾ ഉണ്ടായി. Do you have any role, any say in ഏത് ആക്ടേഴ്സ് വേണമെന്നുള്ള ഒരു എപ്പോഴെങ്കിലും വിഷയം എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? എനിക്ക് അങ്ങനത്തെ ഒരു ആക്ടേഴ്സ് വന്നാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവണം എന്നുള്ളൊരു. ബ്രിഡ്ജിൻ്റെ സമയത്ത് നമുക്ക് ഞാനിങ്ങനെ ആ സമയത്ത് സലീം കുമാറിൻ്റെ കാര്യം അൻവറിൻ്റെ അടുത്ത്, സലീം നല്ലതായിരിക്കും, അങ്ങനെ സലീമിനെ ഇപ്പം അൻവർ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ സലീമിനെ വിളിച്ചു. സലീം പൈസ പോലും മേടിക്കാതെ അതിനകത്ത് അഭിനയിച്ചു. പിന്നെ ഉള്ളത് കോഴിക്കോട് ശാന്താദേവി, എനിക്ക് പരിചയമൊന്നുമില്ല അവരെ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒന്നുമില്ല, സജസ്റ്റ് ചെയ്തു ഇങ്ങനെ അവർ നല്ലതാണ്. അപ്പോൾ അങ്ങനെ അൻവർ അന്വേഷിച്ചു. ബാക്കിയൊക്കെ കൽപ്പന, അതൊക്കെ ശരിക്കും അൻവർ ഇതായതാണ്. ദുൽഖറിന് വേണ്ടിയിട്ടും മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ടും സ്ക്രിപ്റ്റ് എഴുതിയ ഏക വ്യക്തിയാണ് ഉണ്ണി, റൈറ്റ്? സോ ഹൗ ഡസ് ദാറ്റ് ഫീൽ? വാട്ട് ഡസ് ഇറ്റ് മേക്ക് യു ജസ്റ്റ് ഒരു നോർമൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ, അല്ലെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് ലെവൽ ആയിട്ട് ഞങ്ങൾ കരുതട്ടെ? എനിക്ക് രണ്ടുപേരുടെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഒരു ഒന്ന് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. മമ്മൂക്കയെ പോലെ തന്നെ ദുൽഖർ. കാരണം കുള്ളൻ്റെ ഭാര്യ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അയാൾ മലയാളം എന്ത് മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്, എന്ത് രസമാണ് അയാളുടെ ഭാഷ, ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അയാൾക്ക് ഇംഗ്ലീഷ് അറിയാവുള്ളൂ, അയാൾക്ക് മലയാളം അറിയില്ല. ഇവരെന്ത് ചെയ്താൽ വിശ്വസിക്കില്ല. കാരണം ഇംഗ്ലീഷിലാണ് മലയാളം എഴുതി കൊടുത്തിട്ട് ദുൽഖർ പറയുന്നത്. അപ്പോൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. മമ്മൂക്ക പറയും ഇങ്ങനെ എന്തോ കാര്യങ്ങൾ ഇന്നാളെ സംസാരിച്ചു പോന്നാ, അവനെ അവൻ്റെ അമ്മ വളർത്തിയ മകനാണ് എന്ന് പറഞ്ഞു. കാരണം ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നല്ല ഒരു കക്ഷിയായിട്ട് തോന്നുന്നു എനിക്ക്. വെച്ചാൽ ഒരുപാട് അടുപ്പമൊന്നുമില്ല, പക്ഷെ അയാളുടെ ഒരു ആത്മസമർപ്പണം ഉണ്ട് അയാൾക്ക്. കാരണം മമ്മൂക്ക എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അച്ഛൻ്റെ മകനായിട്ട് വളർന്നതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. മമ്മൂക്കയിൽ നിന്ന് അയാൾ പഠിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് രണ്ടുപേർക്ക് വേണ്ടി എഴുതാൻ പറ്റുന്നത് എനിക്കും ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഒബ്വിയസ്ലി അത് മറച്ചു വയ്ക്കുന്നില്ല. സെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എനിവൺസ് ലൈഫ്. ഇൻഹിബിഷൻ കൂടാതെ തന്നെ അത് സിനിമയിൽ വരികയും അത് സ്റ്റോറിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ആളാണ് ഉണ്ണി. സോ എങ്ങനെയാണ്, ഹൗ ഡു യു സീ സെക്സ് ഇൻ മൂവീസ്, ഇൻ സ്റ്റോറീസ്, എങ്ങനെയാണ് അത് കാണുന്നത്? അതിപ്പോൾ കഥയിൽ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. താൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഉള്ളതാണ്. ഇപ്പം എൻ്റെ കഥയിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലും ഈ പറയുന്ന ആ ഒരു കാര്യങ്ങൾ കടന്നു പോകാറുണ്ട്. പിന്നെ ആസ് എ ഹ്യൂമൻ ബീങ് ഈ പറയുന്ന വികാരങ്ങളൊക്കെയുള്ള മനുഷ്യരാണ് എൻ്റെ കഥയ്ക്കകത്ത് വരുന്നത്. സിനിമയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അങ്ങനെ പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും എഴുതിയിട്ടില്ല. കഥയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ട് വന്നു പോകാറുണ്ട്. അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കഥയിൽ വരും, കാരണം അത് ഉള്ളതാണെങ്കിൽ ഉള്ളത് പറയുന്നതിനിപ്പോൾ എന്താ. ആ കഥാപാത്രം അങ്ങനെയാണ്. ഇപ്പം ലീലയിലെ കുട്ടിയപ്പൻ അത്തരം സെക്ഷൽ ഫാൻറ്റസീസ് ഉള്ളൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആനന്ദമാർഗത്തിലെ കഥയിലെ സ്ത്രീകൾക്ക് അത്തരം അവരുടെ അത് ഡിസയർ എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പം മൗവ ഗോത്രത്തിൽ സൗന്ദര്യലഹരി, മൗവ ഗോത്രത്തിലെ രതിതന്ത്രങ്ങൾ എന്നൊരു കഥയുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാർട്ടല്ലേ ഇതൊക്കെ. നമ്മൾ അതെന്തിനു മറച്ചു വയ്ക്കുന്നത്? എന്തിനു? Wow, look at you. I love this shot. Tomorrow is a big day. നാളെയോടെ നമ്മൾ ഏറ്റ എല്ലാ കാര്യങ്ങളും
All because of you. Hey, Arjun. You idiot. Gorgeous. മുന്നറിയിപ്പ് എന്ന് പറയുന്ന പുതിയ പ്രോജക്റ്റ് റൈറ്റ്, അതിൻ്റെ സ്റ്റോറി ലൈൻ എന്താണ്, എന്തായിരിക്കും, ഞങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം? ഒരു ഒറ്റ വരിയിൽ അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കഥയുടെ സ്വഭാവമല്ല അതിന്. അതൊരു രാഘവൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു 20 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനും അയാളുടെ ജീവിതവും ആ ജീവിതത്തെ അന്വേഷിച്ച് വരുന്ന ഒരു പെൺകുട്ടിയും അപർണ ഗോപിനാഥാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഒരു ജോയ് മാത്യു, രഞ്ജി പണിക്കർ, പ്രതാപ് പോത്തൻ, നെടുമുടി വേണു, ഇവരെല്ലാവരും ഉള്ള അങ്ങനത്തെ ഒരുപാട് അത്തരം ഒരു കാസ്റ്റിങ്ങും ഒക്കെയുള്ള ഒരു സിനിമയാണ്. പാട്ടൊന്നുമില്ല, ബിജിബാലാണ് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബീന പോൾ എഡിറ്റ് ചെയ്യുന്നു, രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ചുറ്റിലുള്ള കാര്യങ്ങൾ. I am wishing you all the very best and hope that you come out with excellent stories and bless us with the chance to see them as well. Right? Okay. So thank you so much and thank you. ഈ വെളിച്ചവും സത്യവും എന്നൊക്കെ പറയുന്നത് ഒരുപോലെയാ, രണ്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം, എന്നാലും അതില്ലാതാവുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എനിക്കെന്തിനാ വക്കീലെന്ന് പറഞ്ഞ പാർട്ടിയാ? സത്യം ആർക്കറിയാം? ചത്തവരോട് പോയി ചോദിക്കാൻ പറ്റുമോ? കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ പ്രതിബിംബം എന്നെ തന്നെ നോക്കി അവിടെ നിൽക്കുന്നു. കണ്ണാടി വിട്ട് ഞാൻ പോരുമ്പോഴും അത് അവിടെ തന്നെ നിൽക്കുമോ, അത് എൻ്റെ കൂടെ പോരും. പ്രത്യേകിച്ചതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ഒന്നല്ലല്ലോ ഇത്. എൻ്റെ പേര് CK രാഘവൻ. പുതിയ ജീവിതം, പഴയ ജീവിതം അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കാകെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഇയാള് വലിയ ചിന്തകനാ, ക്രിയേറ്റീവ് കക്ഷിയാന്നൊക്കെ നീ തന്നെയല്ലേ എഴുതി വെച്ചത്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്നാണല്ലോ ചേട്ടൻ എപ്പോഴും പറയുന്നേ. അങ്ങനെയാണെങ്കിൽ കുറ്റം ചെയ്തതാരാ? അല്ല, ആരെങ്കിലും ചേട്ടൻ ഈ കേസിൽ പെടുത്തിയതാണെങ്കിൽ അതാരാ? അതുമല്ല, ഇനി ആർക്കെങ്കിലും വേണ്ടി കുറ്റം ഏറ്റെടുക്കേണ്ടി വന്നതാണോ? അങ്ങനെയാണെങ്കിൽ അതാർക്ക് വേണ്ടിയാ? രൂപയിലായാലും കുടുംബത്തിലായാലും വിപ്ലവം നടന്ന ചോരങ്ങൾ.